ഇപ്പോൾ ഇവർ പറയും അമേരിക്കയോട് പറ, അമേരിക്കയോട് പറ. അമേരിക്കയോട് വഴക്കിട്ടിട്ട് കാര്യം, വാക്ക് തർക്കം നടത്തിയിട്ട് എന്താ കാര്യം? നമ്മളെ കാര്യം നടത്തിയെടുക്കണ്ടേ? ഇപ്പം നാളെ ഒരു രീതിയിൽ നമുക്ക് ഒരു തുള്ളി എണ്ണ റഷ്യയിൽ നിന്ന് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കടലിൽ അവർ ഉപരോധം നടത്തിയെന്ന് വെച്ചോ, അപ്പോഴും നമുക്ക് ജീവിക്കണ്ടേ? അതിനുള്ള സംവിധാനം ചെയ്യണ്ടേ? വെനസ്വേലയിൽ നിന്ന് മേടിക്കാമെന്ന് വെച്ചാൽ അവിടെ സാങ്ഷൻ, റഷ്യ എന്ന് മേടിച്ചാൽ അവിടെ സാങ്ഷൻ. ഇവന് എല്ലാ സ്ഥലത്തും സാങ്ഷൻ ഉണ്ടാക്കിക്കുക. ആ രാജ്യങ്ങൾ ഇവനെ പേടിച്ചിട്ട് നമുക്ക് വിൽക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ 5 കിലോ 10 കിലോ വെച്ചിട്ട് എണ്ണ ഓരോ രാജ്യവുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് റെഡിയാക്കി നമ്മുടെ കാര്യം നടത്തും. ഇവരൊക്കെ ഇപ്പോൾ ഈ പ്രശ്നം എല്ലാം ഉണ്ടായല്ലോ, ഇന്ന് വരെ കുക്കിംഗ് ഗ്യാസ് മുടങ്ങിയിട്ടുണ്ടോ? മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കുക്കിംഗ് ഗ്യാസിന് വേണ്ടി ലോറിയുടെ അരികിൽ പോയി നിന്നതാണ് ഞാനും എൻ്റെ ഭാര്യയും. ലോറിയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ എടുത്ത് താഴത്തേക്ക് ഇടുമ്പോൾ അപ്പം വലിച്ചെടുക്കുക, കയ്യിൽ തട്ടാതെ. ദിസ് വാസ് ദ സിറ്റുവേഷൻ. എത്ര സമരമായിരുന്നു ഇവിടെ. ഉദയംപേരൂർ ഗ്യാസ് എന്തോ ഇടയ്ക്കിടയ്ക്ക് ഉദയംപേരൂർ പ്രശ്നം. ഇപ്പം എന്താ ഒരു പ്രശ്നമില്ലാത്ത? അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ ഗ്യാസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് ഗ്യാസ് കിട്ടുന്നില്ല ഇപ്പം എല്ലാവർക്കും. ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം മിക്കവാറും വരും, ചിലപ്പോൾ 2-3 ദിവസം. ഇതൊക്കെ എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കച്ചറകളുടെ എല്ലാം നടുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് 10 കിലോ എങ്കിൽ 10 കിലോ ഗ്യാസ് തരാൻ കഴിവുള്ളവനെ അവനെ നോക്കിയിട്ട് അവൻ്റെ അടുത്ത് അവനെ നമുക്കൊരു കരാറുണ്ടാക്കാം, ബാക്കി കച്ചറയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓയിൽ സപ്ലൈ, മറ്റേ ഗ്യാസ് സപ്ലൈ എല്ലാം. അപ്പോൾ അതുകൊണ്ട് ചൈന ഡാം ഉണ്ടാക്കി നമ്മളെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാലൊന്നും സാധ്യമൊന്നുമല്ല. അവർക്കത് ചെയ്യാൻ കഴിയുകയുമില്ല. അവരുടെ ഒരു 3 റെയിൽവേ ലൈനുണ്ട് വടക്കുന്ന് തെക്കോട്ട്. അതാണ് അവരുടെ പട്ടാളത്തിന് സപ്ലൈ കൊടുക്കുന്നത്. 3 ബ്രഹ്മോസാണ് നമുക്ക് ചിലവ്. ആ റെയിൽവേ ലൈൻ തീർത്ത് കളഞ്ഞാൽ ഇവരുടെ സപ്ലൈ ഇല്ലാതെ പോകും. റേഷൻ വേണ്ടേ, പട്ടാളക്കാർക്ക് ശാപ്പാട് കഴിക്കണ്ടേ? ഇത് മുഴുവൻ വരുന്നത് 3 റെയിൽവേ ലൈനാണ്. ഇത് പരസ്യമായിട്ട് നമ്മുടെ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിലൊക്കെ ചൈനക്കാരെ തുരുമ്പ് പേടിയില്ല. അരുണാചൽ പ്രദേശിലൊക്കെ പോയി നോക്കണം. അവരിത് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ 3 ഞരമ്പ് ഞങ്ങളുടെ ബ്രഹ്മോസിൻ തൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിലായിരിക്കുന്നു. എന്താ വിചാരിച്ച് പഴയ പോലെ ചൈനയുടെ വരട്ടൊന്നും നമ്മൾ കേൾക്കുന്നത്, തിരിച്ചങ്ങോട്ട് വരട്ടുന്ന അവസ്ഥയിലാണ്. അത് ആരെങ്കിലും ജലബോംബ്, ശരി അറിയാം, അതാണ് പേമ ഖണ്ഡു പറഞ്ഞത്. ഞങ്ങൾക്കറിയാം നീ ഒരു ബോംബ് അവിടെ ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കിത്തരാൻ 10 വർഷം 15 വർഷം എടുക്കും, അത് വേറെ കാര്യം. അതിന് നമ്മൾ എങ്ങനെ പാരവയ്ക്കുന്നത് കണ്ടറിയണം. പല രീതിയിൽ നമുക്ക് അവരെയും ശ്വാസം മുട്ടിക്കാനൊക്കെ പറ്റും. ബട്ട് ഇതൊന്നും കാണിച്ച് പേടിച്ചാൽ പേടിക്കുന്ന സ്ഥിതിയൊക്കെ ഇന്ത്യയുടെ കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ വളരെ അഗ്രസീവാണ്. യു ടെൽ മീ വൺ നേഷൻ, ഏതെങ്കിലും ഒരു രാജ്യം പറഞ്ഞ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഉടക്കില്ലാത്തത്. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതും കാലിബ്രേറ്റഡ് ആണ് കേട്ടോ, അല്ല വെറുതെ കവലച്ചട്ടമ്പിയുടെ മാതിരി ഈ ട്രംപിനെ പോലെ വാചകടിച്ച് നടക്കുകയല്ല. ട്രംപ് സകലരെയും വെല്ലുവിളിച്ചു, ഒന്നും നടക്കാതെ ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. മോദി അത് ചെയ്യുന്നില്ല. കാരണം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണ്ടേ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കണ്ടുപോയി ആ മനുഷ്യൻ സംസാരിക്കുന്നുള്ളൂ.